ഇറാനും അമേരിക്കയുമായുള്ള സംഘർഷം അത് അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ ലബനനിൽ വെടിനിർത്തൽ ഉണ്ടാക്കണം എന്നാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. പക്ഷെ അത് നടക്കില്ല എന്ന് നേരത്തെ ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലിലെ അധികൃതരും പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ രണ്ടാഴ്ചയായി പശ്ചിമേഷ്യയിൽ തുടരുന്ന വെടിനിർത്തൽ സാഹചര്യം ഇപ്പോൾ വളരെ ദുർബലമായ ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 10 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കിയിട്ടും അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷം എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. തെക്കൻ ലബനനിലെ നിവാസികൾക്ക് അതിർത്തിക്കടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നും ലിറ്റാനി നദിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നും ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടി ഇപ്പോഴും ശക്തമാണെന്നും വടക്കൻ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനായി ഒരു ബഫർ സോൺ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു തന്ത്രത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രായേലിന്റെ ഈ കർശന നിലപാട് വ്യക്തമാക്കുന്നു. തെക്കൻ ലബനിലെ 21 ഗ്രാമങ്ങളിലെ ആളുകളുടെ സഞ്ചാരം ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ച് നിരോധിച്ചു. കൂടാതെ 50-ലധികം ഗ്രാമങ്ങളിലേക്ക് ആളുകൾ മടങ്ങുന്നത് തടഞ്ഞിട്ടുണ്ട്. സിവിലിയൻ ഘടനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹിസ്ബുള്ളയുടെ ശൃംഖല അവർ നശിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ പറയുന്നു. മറുവശത്ത് വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ നിരവധി ഗ്രാമങ്ങളിൽ വ്യാപകമായിട്ടുള്ള നാശം വരുത്തിയിട്ടുണ്ടെന്നും ഇത് വ്യക്തമായും ഒരു യുദ്ധക്കുറ്റമാണെന്നും ലബനൻ നേതാക്കൾ ആരോപിച്ചു. ഈ സംഭവ വികാസത്തിനിടയിൽ വെടിനിർത്തൽ നീട്ടുന്നതിനായി US ഇരുപക്ഷവും തമ്മിൽ നയതന്ത്ര തലത്തിൽ യോഗങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഈ പ്രക്രിയയെ എതിർക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘർഷത്തിൽ ഇതുവരെ ലബനനിൽ ഏകദേശം 2300 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 100 കണക്കിന് ഹിസ്ബുള്ള പോരാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലബനനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്താനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. ലബനൻ സൈന്യവും സർക്കാരും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിൽ പ്രാതിനിധ്യം നൽകുന്നുണ്ടെന്നും സ്ഥിതിഗതികൾ ഇപ്പോഴും നിർണായകമാണെന്നും പറയുന്നു. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തുടർച്ചയായ സാന്നിധ്യവും സൈനിക നടപടികളും വരും ദിവസങ്ങളിലും വെടിനിർത്തൽ നിലനിൽക്കുമോ എന്നതിനെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.